ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വരും വീക്കിൽ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഷാരി വന്ദനയോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അവനെ പോലെ നല്ലൊരു പയ്യൻ ഈ ലോകത്ത് വേറെ ഇല്ല. സത്യം പറയാലോ മോളെ, അവനെ ഇഷ്ടം പോലെ പെൺപിള്ളേർ സ്നേഹിച്ചതാ, ആഗ്രഹിച്ചതാ, മോഹിച്ചതാ. പക്ഷേ ഒരുത്തിക്കും അവൻ പിടികൊടുത്തില്ല. എന്തിന്? ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ പെൺകുട്ടികൾ. അവരെ ഒന്നും അവർക്ക് വേണ്ട. എന്നാൽ മോളെ കണ്ടപ്പോൾ അവന് സ്നേഹവും സിമ്പതിയും തോന്നി. അതുകൊണ്ടാണ് മോളെ അവൻ സ്നേഹിച്ചത്. അവനെപ്പോലെ നല്ല മനസ്സിനുടമയായ എൻ്റെ അനന്തരവനെ മോൾക്ക് കെട്ടിച്ചേരുന്നതിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. എന്തായാലും ഞാൻ ഒരുപാട് സന്തുഷ്ടയാണ്. അതെ, നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ നിന്നും അവൻ ഒഴിഞ്ഞു പോകുന്നു എന്നുള്ള സന്തോഷമായിരിക്കും നിങ്ങൾക്ക് എന്നും നമ്മുടെ വന്ദന ഇങ്ങനെ ആലോചിക്കുക. മോളെന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല എന്നും തലയാട്ടിക്കൊണ്ട് വന്ദന പറയുക. അത് കേട്ടതും ഈശ്വര, അതെ, ഒരുപാട് പെൺകുട്ടികൾ അവനെ മോഹിച്ചവരെയൊക്കെ അവൻ കെട്ടിയിട്ടുമുണ്ട്. അവരുടെ കയ്യിൽ നിന്നുള്ള സ്വത്തും പണമൊക്കെ തട്ടിയെടുത്ത് അവൻ മുങ്ങിയിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഒരുത്തനാണല്ലോ മോളെ നിൻ്റെ ജീവിതവും തകർക്കാൻ പോകുന്നേ. എൻ്റെ ഗതികേട് കൊണ്ടാണ് ഞാനിത് നിന്നോട് പറയാത്തത്. അങ്ങനെ പറഞ്ഞാൽ എൻ്റെ അവസ്ഥ, എൻ്റെ മോളുടെ അവസ്ഥ എന്തായിത്തീരുമെന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ മോളെ നിന്നോടിത് പറയാത്തത്. എന്നോട് ക്ഷമിക്കും മോളെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി വന്ദനയെ നോക്കിയിട്ട് അങ്ങോട്ട് പോകാനൊരുങ്ങുമ്പോഴത്തേക്കും മനോഹർ വരിക. ആഹാ, അതെ ആൻറ്റി ഇവിടെ നിൽക്കുവാണോ? അതെ മോനെ, ഞാൻ മോളെ ഒന്ന് കാണാൻ വന്നതാ. എങ്ങനെയുണ്ട് ആൻറ്റി? വന്ദന നല്ല സുന്ദരിയല്ലേ? പിന്നെ നല്ല സുന്ദരിയാ. മോളെ പോലെ ഒരു പെണ്ണിനെ കിട്ടാൻ നീ പുണ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരി അവിടെ നിന്ന് ഇങ്ങനെ ഉപദേശിക്കുക. അതെ പെണ്ണുമ്പിള്ളെ, നിങ്ങൾ ഇവിടെ നിന്ന് കല്യാണം മുടക്കാനുള്ള വല്ല പരിപാടിയാണോ? ഒന്ന് പോടാ, ഞാൻ ആ കൊച്ചിനെ കണ്ട് വെറുതെ ഒന്ന് ഓരോന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നതാ. അല്ലെങ്കിൽ തന്നെ അവിടെ നിന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷാരി ഇങ്ങനെ പിറുവിറുക്കുക. ഈ സമയം വരുൺ ഇങ്ങനെ ആലോചിക്കുകയാണ്. രണ്ടും കൂടി ഇരുന്ന് പിറുവിറുക്കുക. ഞാൻ പെണ്ണാണെന്ന് കരുതിയിട്ടാ ഇവരെന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ കാണാം ഇതിൻ്റെ ക്ലൈമാക്സ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ മനോഹർ ചോദിക്കുക, ആ വന്ദനെ എങ്ങനെയുണ്ട്? ചേട്ടൻ കൊള്ളാമോ? സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മനോഹറും പറയുക, നീയും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഓ, ഇത്രയും ഭംഗി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമുക്കൊരു സെൽഫി എടുക്കാം എന്ന് വന്ദന തലയാട്ടുക. എടുക്ക്, ഇത് നിൻ്റെ അവസാനത്തെ സെൽഫി ആയിരിക്കും. ഇനി ഒരു പെൺകുട്ടികളെയും നീ സെൽഫിയിലൂടെയും ചതിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ദന മനോഹറിൻ്റെ കൂടെ നിന്ന് സെൽഫി എടുത്തുകൊണ്ടിരിക്കുക. ഈ സമയം ഷാരി, ഈശ്വര, പാവം പെങ്കൊച്ച്, സംസാരശേഷിയില്ല. ഇതിനെ കാണുമ്പോൾ ഹൃദയം പൊട്ടിപ്പോകുന്ന വേദനയാണ്. ഇതിനോട് എങ്ങനെ പറഞ്ഞു കൊടുക്കും മനോഹർ പെരുങ്കള്ളനാണെന്ന്? അങ്ങനെ ഞാൻ പറഞ്ഞ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നും ഇവൻ ഒഴിഞ്ഞു പോകത്തുമില്ല. എന്ത് ചെയ്യാനാ? കാശ് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ലേം താനും. കാശ് കൊടുത്താലേ ഇവൻ ഒഴിഞ്ഞു പോകുള്ളൂ. എൻ്റെ ഗതികേട് കൊണ്ടാണ് ഭഗവാനെ ഈ മിണ്ടാപ്രാണിയായ പെങ്കൊച്ചിനെ ഞാൻ പറ്റിക്കുന്നത്. എന്തെങ്കിലും ഒരു ഇത് നിനക്കുണ്ടെങ്കിൽ ആ പെങ്കൊച്ചിനെ രക്ഷിക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി പ്രാർത്ഥിക്കുക. ഈ സമയം എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് ശരി എന്നും പറഞ്ഞുകൊണ്ട് ഷാരി അങ്ങോട്ട് പോവുക. ഇതേ സമയം നമ്മുടെ സരയുവിനെയാണ് കാണിക്കുന്നത്. സരയുവാണെങ്കിൽ നല്ല ഉറക്കമാണ് കേട്ടോ വീട്ടിൽ. മനോഹർ പറഞ്ഞല്ലോ, മനോഹർ പോയി കഴിയുമ്പോൾ നല്ലോണം ഉറങ്ങണം. ഫോൺ വിളിച്ചാൽ മനുവേട്ടൻ എടുക്കില്ല, മനുവേട്ടൻ മീറ്റിങ്ങിലായിരിക്കും എന്നൊക്കെ. അതുകൊണ്ട് വിളിച്ചു നോക്കിയപ്പോൾ നോട്ട് റീച്ചബിളാണ്. അതുകൊണ്ട് നമ്മുടെ സരയു കിടന്നുറങ്ങുക. ഈശ്വര, മനുവേട്ടനില്ലാത്തതുകൊണ്ട് ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ലല്ലോ. എത്രയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്നിട്ടും മനസ്സിനൊരു സമാധാനം ഇല്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയു ഇങ്ങനെ കിടക്കുക. ഈ സമയമാണെങ്കിൽ രാഹുൽ, ഇന്നത്തോടെ ആ ദരിദ്രവാസിയുടെ ശല്യം ഒഴിയും. കാരണം എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നും അവൻ എന്നൊഴിഞ്ഞു പോകണോ അന്നേ എനിക്ക് സമാധാനം ഉണ്ടാവും. അവളിത്തിരി കരഞ്ഞാലും കുഴപ്പമില്ല. അവനെപ്പോലെ ഒരു നാറി ഈ ലോകത്ത് വേറെയില്ല. അങ്ങനെയുള്ള ഒരുത്തനെയാണ് എൻ്റെ മോള് തിരഞ്ഞെടുത്തതും സ്നേഹിച്ചതും കല്യാണം കഴിച്ചതും. അവൻ വലിയ കൊമ്പത്ത് മറ്റവനാണെന്ന് കരുതി ഞങ്ങൾ ഒരുപാട് അഹങ്കരിച്ചു. ഇതിപ്പോൾ എല്ലാം കൊണ്ടും എൻ്റെ മോളുടെ ജീവിതം തകർന്നു പോയല്ലോ ഈശ്വര. എല്ലാം ഞാൻ ചെയ്ത തെറ്റാന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ മോളുടെ ജീവിതം ഈ അവസ്ഥയിലാക്കിയിട്ട് അത് കണ്ട് സന്തോഷിക്കുന്ന കിരണിൻ്റെയും കല്യാണിയുടെയും ജീവിതം ഞാൻ തകർക്കും. അവനിപ്പോൾ കോമാ സ്റ്റേജിൽ കിടക്കുക. അതുപോലെ അവളെയും ഞാൻ കോമാ സ്റ്റേജിലാക്കും. രണ്ടുപേരും കത്തി എരിഞ്ഞ് ചാമ്പലാവണം. മകൻ്റെയും മരുമകളുടെയും മുന്നിലിരുന്ന് രൂപ കരയണം. എൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവളും എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. എല്ലാവരും എന്നെ ഒരുപാട് തകർത്തു. എല്ലാവർക്കും ഞാൻ തിരിച്ചടി കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരെണ്ണത്തിനെയും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുലും കിടക്കുക. ഈ സമയത്താണെങ്കിൽ നമ്മുടെ സരയു അങ്ങോട്ട് വരിക. അല്ലച്ചാ, ഈ അമ്മ ഇതെവിടെ പോയി? എനിക്കെങ്ങനെ അറിയാം എന്നു രാഹുൽ. എന്നാലും ഇത് വല്ലാത്ത കഷ്ടമാണ്. മനുവേട്ടൻ പോയതിൻ്റെ പിന്നാലെ അമ്മയും പോയി. എനിക്ക് തോന്നുന്നു അമ്മ മനുവേട്ടനെ ഫോളോ ചെയ്ത് പോവാന്ന്. അച്ഛ, ഇത് ശരിയല്ല. മനുവേട്ടനെ വെറുതെ സംശയിക്കരുതെന്ന് അച്ഛനമ്മയോട് പറയണം. എൻ്റെ മോളെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിൻ്റെ അമ്മ എൻ്റെ തലമണ്ട അടിച്ചു പൊളിക്കും.
അങ്ങനെയുള്ളപ്പോൾ എനിക്ക് വല്ലതും പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മോളുടെ അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത്. എന്നോട് ചൂടായിട്ട് കാര്യമൊന്നുമില്ല. നിൻ്റെ അമ്മയോട് നീ തന്നെ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ സംസാരിച്ച് അവൾ എന്നെ തല്ലും. ആകെ മൊത്തം എൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റി നിൽക്കുക. അതിൽ ആകെ എനിക്കുള്ളൊരു ആശ്വാസം എൻ്റെ മനുവേട്ടനാണ്. ആ മനുവേട്ടനെ എങ്ങനെ സംശയിച്ചും മനുവേട്ടൻ്റെ പിന്നാലെ പോയി അവസാനം മനുവേട്ടൻ എന്നെ ഇട്ടേച്ച് പോയാലുണ്ടല്ലോ, പിന്നെ ഒരു കയറും തുമ്പിൽ എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും എന്നും പറഞ്ഞ് സരയോ അങ്ങോട്ട് പോവുക. ഈശ്വര, അല്ലെങ്കിൽ തന്നെ അവൻ നിന്നെ ഇട്ടേച്ച് പോകാനാണ് മോളെ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിനെ കുറിച്ച് തന്നെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. അവൻ പോയി കഴിയുമ്പോൾ നീ ആത്മഹത്യ ചെയ്താലും നിന്നെ ഞങ്ങൾക്ക് തടയാൻ കഴിയില്ല. കാരണം നീ അവനെ അത്രയ്ക്ക് സ്നേഹിച്ചു. അവൻ ഒരു ചതിയനാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. അത് നിന്നോട് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനും നിൻ്റെ അമ്മയും. എന്തു ചെയ്യാനാ? എല്ലാം കൊണ്ടും സഹിച്ചല്ലേ പറ്റൂ. ഇനി അവൻ പിരിഞ്ഞു പോയതിൻ്റെ പേരിൽ മരിക്കാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ അത് തടയാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുലും ഇങ്ങനെ കിടക്കുക. ഈ സമയം സരയുവാണെങ്കിൽ ഇന്ന് കരയുക. എൻ്റെ മനുവേട്ടനെ എനിക്ക് കാണണം, എൻ്റെ മനുവേട്ടനെ കാണാതെ എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹരനെയാണ്. അപ്പോൾ വന്നെല്ലാവരും വിളിക്കുക. എന്നാൽ പിന്നെ മുഹൂർത്തമായി, എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ, വന്നവിടെ ഇരിക്കുക എന്നും പറയുക. അങ്ങനെ മനോഹരനെ വിളിച്ചുകൊണ്ട് അവിടെ ഇരുത്തുക. അപ്പോൾ ഈ സമയം നമ്മുടെ നിധ അങ്ങോട്ട് വരിക. വരുണേട്ടാ, എന്താ നിധ? അവനെ ഞാനുമായിട്ട് സെൽഫിയൊക്കെ എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അത് കുറച്ച് കഴിയുമ്പോഴല്ലേ അറിയൂ അവൻ അടുത്തത് ഒരാണിൻ്റെ കൂടെയാണെന്ന്. ആണിൻ്റെ കൂടെ ആണ് സെൽഫി എടുത്താൽ തെറ്റൊന്നുമില്ലല്ലോ മോളൂ. ഒരു കുഴപ്പമില്ല വരുണേട്ടാ. അവനെപ്പോലെ ഒരു ചതിയന് അവൻ്റെ അവസാനം കാണാൻ ഇനി ഏതാണ്ട് നിമിഷങ്ങൾ മാത്രമല്ലേ വരുണേട്ട ഉള്ളൂ. അതെ, അത് കഴിയുമ്പോൾ എൻ്റെ നിധ എൻ്റെ സ്വന്തം എന്നും വരുൺ പറയുക. അത് കേട്ടതും വരുണേട്ടനെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ചിരി വരിക. നല്ല രസമുണ്ട്. പക്ഷേ എന്തായാലും എൻ്റെ ഭർത്താവാണെന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ചിരി വരുന്നുണ്ട്. സാരമില്ല, ഇതൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ ഒരു നല്ലൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അതുകൊണ്ട് തന്നെ മനോഹരനെ ഇന്ന് തല്ലി തകർക്കുമ്പോൾ മോളും ഉണ്ടാവണം അടുത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ അങ്ങനെ നിൽക്കുക. ഈ സമയം കല്യാണിയാണ് കാണിക്കുന്നത്. കല്യാണി അങ്ങോട്ട് വരിക. വരുണേ, എന്താ പറഞ്ഞവൻ? അവനെ ഭയങ്കര സന്തോഷത്തിലാണ്. എൻ്റെ കൂടെ സെൽഫിയൊക്കെ എടുത്തിട്ടാണ് ചേച്ചി അവൻ പോയത്. എടുക്കട്ടെ, ഇതവൻ്റെ അവസാനത്തെ സെൽഫിയാണെന്ന് അവനറിയില്ലല്ലോ. പാവം, അവൻ്റെ അമ്മായിയമ്മയും കൂടെ വന്നിരിക്കുക. അവൻ്റെ കല്യാണം നടത്തി കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് അവരുടെ മോളുടെ ജീവിതത്തിൽ നിന്നും അവനെ പറഞ്ഞുവിടെ. കാരണം അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ അവർക്കറിയാമല്ലോ. എല്ലാവരുടെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. സ്വന്തം കാര്യം സന്തോഷത്തിലാവാൻ വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം തകർക്കാനും നോക്കും. ഇത്രയും നേരം വരുണിനോട് അവർ സംസാരിച്ചു. എന്നിട്ട് ഒരു വാക്കെങ്കിലും അവർക്ക് പറയായിരുന്നല്ലോ. എന്നിട്ട് അവർ പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം എന്താ? അവരുടെ മോളെ ഇപ്പോൾ അവർക്ക് രക്ഷിക്കണം. അല്ലാതെ വേറൊരു മാർഗവും അവരുടെ മുൻപിലില്ല. വരുണുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ മോളെ വരുണേം കൂട്ടി പോകുമല്ലോ. അതിൻ്റെ സന്തോഷത്തിലാണ് അവർ വന്നിരിക്കുന്നത്. എന്തായാലും ഇനി ഒരിക്കലും അവരുടെ മകളുടെ ജീവിതത്തിൽ നിന്നും അവൻ ഒഴിഞ്ഞു പോകില്ല എന്ന് അവർക്കറിയില്ല. അങ്ങനെ ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ലല്ലോ. മനോഹർ പിന്നെ മറ്റു പെൺകുട്ടികളുടെ ജീവിതവും തകർക്കും. അതുകൊണ്ട് എന്തായാലും ഈ കല്യാണം നടക്കാതെ അവനെ നമ്മൾ നാണം കെടുത്തി വിടണം. ഈ വീഡിയോ ലോകമെമ്പാടും അറിയിക്കണം. ഒരു പെൺകുട്ടിയും അവൻ്റെ ചതിക്കുഴിയിൽ വീഴരുത്. അങ്ങനെയുള്ളപ്പോൾ എല്ലാവരും അവനെ തകർക്കണം. അതാണ് വേണ്ടത്. വീഡിയോ സഹിതം ഇത് എല്ലാം ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണം ഇങ്ങനെ ഭയങ്കര ത്രില്ലായിട്ട് നിൽക്കുക. അതെ ചേച്ചി, നമ്മളിവിടെ ഒരു വലിയ ഗൂഢാലോചന നടത്തിയിട്ടാണ് അവനെ കെണിയിൽ പെടുത്തിയിരിക്കുന്നതെന്ന് അവനറിയില്ലല്ലോ. എന്തായാലും അവൻ ആഗ്രഹിക്കുന്നത് തന്നെ കിട്ടട്ടെ. അവസാനം കല്യാണ മണ്ഡപത്തിൽ താലി കെട്ടാൻ ഒരുങ്ങുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് സിന്ദൂരം വലിച്ചെറിഞ്ഞായിരിക്കും എൻ്റെ പ്രതികാരം. എന്ത് വേണമെങ്കിലും വരുണ് ചെയ്യാം. പക്ഷേ തല്ലാനായിട്ട് ഞങ്ങൾക്ക് അവനെ വിട്ടു തരണം എന്ന് നിതയും നിഷയും ജുബാനയും വന്ന് പറയുക. അത് കേട്ടതും അതൊക്കെ നിങ്ങളെടുത്തോ, എനിക്കവനെ തല്ലേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ തല്ലും, തല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാനൊരാണല്ലേ. എനിക്കിങ്ങനൊരു കൂടപ്പറപ്പുണ്ടായിരുന്നെങ്കിൽ അവളുടെ ജീവിതമാണ് അവൻ തകർക്കുന്നതെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റുമോ? അവനെ പിന്നെ ഞാൻ തല്ലുകയല്ല, കൊല്ലുക തന്നെ ചെയ്യും. അത് തന്നെയാണ് ഇവിടെയും ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്തായാലും അവനെപ്പോലെ ഒരുത്തനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ താലി കെട്ടാനായിട്ട് താലി എടുക്കട്ടെ, അന്നേരം ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരണിങ്ങനെ നിൽക്കുക. എന്നാലും അവൻ്റെ ഒരു ധൈര്യം നോക്കിക്കേ. എത്രയോ പെൺകുട്ടികൾ അവൻ കല്യാണം കഴിച്ചതാ. എന്നിട്ടും ഒരു പേടിയും ഇല്ലാതെ ഒരു മടിയും ഇല്ലാതെ വീണ്ടും ഒരാളുടെ ജീവിതം തകർക്കാനായിട്ട് അവൻ വന്നിരിക്കുക. അത് പിന്നെ എങ്ങനെ വരാതിരിക്കും ജുബാനെ? അവന് കിട്ടിയിരിക്കുന്നത് ഇപ്പം തന്നെ 7 കോടിയാ.
ഇനി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ സ്വപ്നം കാണുന്നുണ്ടാവും 10-50 കോടി അവന് കിട്ടുമെന്ന്. ആ കോടികൾക്ക് വേണ്ടിയല്ലേ അവൻ ഇത്രയും കഷ്ടപ്പെട്ടു. തന്നെ സ്നേഹിച്ചും വന്ദനയുടെ കൂടെ നടന്നും വന്ദനയെ ഒരിക്കലും അവനെ പിരിയാൻ പറ്റാത്ത രീതിയിലാക്കും. അതിനുശേഷം ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അവൻ അങ്ങ് മുങ്ങുകയും ചെയ്യും. അതാണല്ലോ അവൻ്റെ ലക്ഷ്യം. അതെ, പക്ഷേ എനിക്കതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നുമില്ല ചേച്ചി. ഞാൻ എന്തായാലും ഒരാണല്ലേ, അത് ശരിയാണ്. എന്തൊക്കെയായാലും അവൻ ഇനിയും പണി കൊടുക്കേണ്ടതാ. കല്യാണം കഴിഞ്ഞ് പോയി ആദ്യ രാത്രി സമയത്താണ് അവൻ്റെ കരണടിച്ച് പൊളിച്ച് തലമണ്ട തകർക്കേണ്ടത്. എന്തായാലും ഇപ്പോൾ ഇത് നടക്കുന്നത് എല്ലാവരുടെ മുൻപിൽ വെച്ചായതുകൊണ്ട് മറ്റുള്ളവരെയും കൂടെ നമുക്കിത് അറിയിക്കാം. അങ്ങനെ അറിയിക്കുമ്പോൾ അധികം ഇത് കാണുന്ന പെൺകുട്ടികളൊന്നും അവനെ കാണുമ്പോൾ ദൂരെ മാറി നടന്നോളും. അതിനു വേണ്ടിയാ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. പെണ്ണുപിടിയനായ ഒരുത്തനെ ലോകം മുഴുവനും അറിയണം. അങ്ങനെയുള്ളപ്പോൾ അവൻ 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 ലോകമെമ്പാടും അറിയപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മറ്റു പെൺകുട്ടികളൊന്നും അവൻ്റെ വലയിൽ വീഴില്ല. ഈശ്വര, ഈ കള്ളക്കളി അവസാനിപ്പിച്ച് അവൻ്റെ ജീവിതം തകർത്ത് സരയുമായിട്ട് തന്നെ അവൻ എപ്പോഴും ജീവിക്കട്ടെ. അതിനു വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂട്ടായിരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് കല്യാണി ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് മനോഹറിനെയാണ്. മനോഹർ മണ്ഡപത്തിൻ്റെ അവിടെ നിൽക്കുക. അപ്പോൾ വരുണ്ട അച്ഛനും അമ്മയും, വാ മോനെ ഇവിടെ വന്നിരിക്കും, എന്താ ഇവിടെ നിൽക്കുന്നേ എന്നൊക്കെ ചോദിക്കുക. ഏയ് ഒന്നുമില്ല അച്ഛാ, ഞാൻ മോളെ വന്ദനയെ കണ്ടായിരുന്നു. കണ്ടോ, മോള് എങ്ങനെയുണ്ട്, സുന്ദരിയാണോ? പിന്നെ അച്ഛൻ്റെ മോൾക്കുള്ള ഭംഗിയുണ്ടല്ലോ, ഈ നാട്ടിൽ ഒരു പെണ്ണുങ്ങൾക്ക് ഞാൻ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പുറത്തും അകത്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലും സ്വിറ്റ്സർലാൻഡിലും ലണ്ടനിലും ചൈനയിലും എന്തിന് കൊറിയ പോലും ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ല. കൊറിയക്കാരിക്ക് കുറച്ച് വെളുപ്പുണ്ട് എന്ന് കരുതി അച്ഛൻ്റെ മോളുടെ ഭംഗിയൊന്നും അവർക്കില്ല. അതെൻ്റെ മോളല്ലടാ, എൻ്റെ മോനാ. കുറച്ച് കഴിയുമ്പോൾ നിനക്കത് മനസ്സിലാവും. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒരുത്തനേ ഉള്ളൂ. അവൻ്റെ കൈക്കരുത്ത് നീ അറിയും എന്നും ആലോചിച്ചുകൊണ്ട് അയാളിങ്ങനെ നിൽക്കുക. അച്ഛനെന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല, എൻ്റെ മോക്ക് ഇത്രയും ഭംഗിയുണ്ടായിരുന്നു എന്ന് ആലോചിക്കുമായിരുന്നു. എന്നാലും മോനെ പോലൊരു മരുമോനെ കിട്ടാൻ ഞങ്ങൾ പുണ്യം ചെയ്യണം. അതെ അതെ, പുണ്യം ചെയ്യണം. കുറച്ച് കഴിയുമ്പോൾ പുണ്യം തേടി പോകേണ്ടി വരും എന്നും നമ്മുടെ ശാരി ഇങ്ങനെ ആലോചിക്കുക. ഈ സമയം മോനെ അവിടെ ഇരിക്കും മോനെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുവാണ്. അങ്ങനെ ഇനി പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നോളൂ. അപ്പോൾ പെണ്ണിനെ വിളിക്കാനായിട്ട് ചുറ്റും നിന്നവരൊക്കെ പോവുക. അങ്ങനെ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരിക. ഓ എന്തൊരു ഭംഗി, കോടീശ്വരിയാണ് വരുന്നത്, കോടീശ്വരി. ഈ കോടീശ്വരിയുടെ സ്വത്തും കോടിക്കണക്കിന് വില വരുന്ന എല്ലാം എനിക്ക് കിട്ടുമല്ലോ എന്നാലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാം കിട്ടുന്നതുവരെ ഇവളുടെ കൂടെ പിടിച്ചു നിന്നേ പറ്റൂ. അത് കഴിയുമ്പോൾ അടുത്ത ഇരയെ തേടിപ്പോണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം വരുണിനെ കൊണ്ടുവന്ന് മനോഹറിൻ്റെ അടുത്തിരുത്തി. അങ്ങനെ മനോഹർ വന്ദനയെ ഇടങ്ങണിട്ട് നോക്കുന്നു, വന്ദന മനോഹറിനെ ഇടങ്ങണിട്ട് നോക്കുന്നു. അവിടെ കണ്ണും കൊള്ളയടിത്താൽ കാതലെൻപത് അർത്ഥമെന്ന് പറഞ്ഞതുപോലെ രണ്ടുപേരും മാറി മാറി നോക്കുക. ഈ സമയം കല്യാണിയെല്ലാം മറഞ്ഞു നിന്ന് വീഡിയോ എടുക്കുകയാണ് കിരണിനെ കാണിക്കാനായിട്ട്. അങ്ങനെ വീഡിയോ എടുക്കുന്നത് പോലും അറിയാതെയാണ് നമ്മുടെ മനോഹർ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ സമയം പൂജാരി ഒന്ന് പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുഹൂർത്തമായി, ഇനി താലികെട്ടൽ തുടങ്ങാം എന്നും പറയാം. അങ്ങനെ താലി എല്ലാവർക്കും കൊടുത്ത് അതൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അനുഗ്രഹമൊക്കെ മേടിച്ചതിന് ശേഷം താലി കൊണ്ടുവന്ന് മനോഹറിന് കൊടുക്കുക. മനോഹർ ആ താലി ഇങ്ങനെ എടുത്തു, എല്ലാവരെയും കാണിച്ചു. അതിനുശേഷം വന്ദനയെ നോക്കി, മോളു നീ എൻ്റെ സ്വന്തമാണ് എന്നും പറഞ്ഞുകൊണ്ട് വന്ദനയുടെ നേരെ താലിയും കൊണ്ട് ചെല്ലുമ്പോഴേക്കും അവിടെ ഇരുന്ന കുങ്കുമം എടുത്തൊരൊറ്റ ഏറ് വന്ദന അത് നേരെ ചെന്ന് മനോഹറിൻ്റെ തലവഴി കൊട്ടി മുഖം മുഴുവനും ചോര തെറിച്ച പാടുകൾ പോലെയായി. അപ്പം മനോഹറിനൊന്നും മനസ്സിലായില്ല. എന്താ മോളു, എന്താ ഇത്? മോളും അല്ലടാ, മോനാ ഞാൻ എന്നും വരുൺ. അത് കേട്ടതും മനോഹർ ഞെട്ടലോടുകൂടെ ഇങ്ങനെ വന്ദനയെ നോക്കുക. വന്ദനെ, നിനക്ക് സംസാരശേഷിയുണ്ടോ? നന്നായിട്ട് സംസാരിക്കാൻ പറ്റൂടാ. എൻ്റെ ശബ്ദം നീ കേൾക്കുന്നില്ലേ? ഞാൻ നിൻ്റെ വന്ദനയല്ല, ഞാൻ വരുണാണ്, വരുൺ എന്നും പറയാണ്. അത് കേട്ടതും മനോഹർ അവിടെ ഇരുന്ന് ഞെട്ടി. എന്ത് ചെയ്യണമെന്നറിയാതെ മനോഹർ അവരെ എല്ലാവരെയും നോക്കി. അപ്പോഴേക്കും ശാരി അവിടെ നിന്ന് മാറി നിന്നു. ജുബാനയും കല്യാണിയും നിതയും നിഷയും ഒരുമിച്ച് വന്നു. നിന്നെ തകർക്കാനും നിന്നെ പോലെ ഒരുത്തനെ ഇല്ലാതാക്കാനും തന്നെയാടാ ഞാൻ ഈ വേഷം ഇട്ടത്. എന്തായാലും എനിക്കിതിനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്ന എല്ലാവർക്കും നന്ദി എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് മനോഹറിനെ പഞ്ഞിക്കിടുവാണ്. അടിച്ചു തകർത്ത് മനോഹറിനെ മണ്ഡപത്തിൽ നിന്നും കുത്തിപ്പൊക്കി. എൻ്റെ വരുണേട്ടനാടാ ഇത്, എൻ്റെ കഴുത്തി താലി കെട്ടാൻ പോകുന്ന എൻ്റെ വരുണേട്ടൻ എന്നും പറഞ്ഞ് നിതയും മനോഹറിനെ കുറേ തല്ലി. ജുബാനയും തല്ലി, നിഷയും തല്ലി. എന്തിന്, കല്യാണി പോലും വെറുതെ വിട്ടില്ല. ഇതൊക്കെ കണ്ടപ്പോൾ ശാരിക്ക് പേടിയായി. ഈശ്വര, അപ്പോൾ ഇവള് ഒരാണായിരുന്നോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ശാരി അങ്ങനെ നിൽക്കുക. ദൈവമേ, ഇനി ഇവൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് തന്നെ വരുമല്ലോ
എൻ്റെ മോളുടെ ജീവിതം കഷ്ടത്തിലായല്ലോ ഈശ്വര എന്നും ആലോചിച്ചുകൊണ്ട് ശാരി മറിഞ്ഞു നിൽക്കുക. അതെല്ലാം വീഡിയോ സഹിതം എടുത്ത് കല്യാണി ഇങ്ങനെ നിൽക്കുകയാണ് ആസ്വദിച്ച്. മനോഹറിന് തല്ല് കിട്ടുന്നതും കണ്ട്. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ.